ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കൊരു ജേർണലിങ് ചെയ്താലോ? ഞാൻ ജേർണലിങ് ചെയ്യുന്ന പുസ്തകതാണ്. യൂണിക്കോണിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം ചെയ്തതൊരു സ്റ്റിക്കർ പേജ് ആയിരുന്നു. ഇതാണ് സ്റ്റിക്കർ പേജ്, കാണില്ലേ? ഇതാണ് സ്റ്റിക്കർ പേജ്. പിന്നെ ഞാൻ വേറൊരു ജേർണലിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പിങ്ക് ജേർണലിങ്, കാണാനുണ്ടോ? ഇതാണ് പിന്നെ ഞാൻ ചെയ്തത്. ഇത്രയും ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളൂ. ഇത് പിങ്ക് ജേർണലാണ്. അറിയാണ്ട് ഇവിടെയാണ് ഞാൻ ജേർണൽ എന്ന് എഴുതിയത്. ഇതവിടെ ജേർണലിന് ഇവിടെ എഴുതി. അപ്പം ഞാൻ അവിടെ കൊള്ളിച്ചിട്ടാണ് ഞാനവിടെ എഴുതിയത്. ഇനി ഞാൻ അവിടെ ഒരു ഡയറി എഴുതിയാണ്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജിലാണ്. ഈ ഒരു പേജ് ഇവിടെ എന്തെങ്കിലും ഡയറി എഴുതും. അപ്പം ഞാൻ ആദ്യം ഒരു ടാപ്പിൽ ഒരു 2 സൈഡ് ടാപ്പോ ഒരു ടാപ്പ് ഈ ഒരു സാധനം എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ പേപ്പർ കൊണ്ട് വെട്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യം പേപ്പർ ഇതേപോലെ വെട്ടാം. നമുക്ക് സ്കെയിലിൻ്റെ അളവെടുക്കണം. ഞാൻ ഏത് കളറാണ്? യെല്ലോ തീമാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. യെല്ലോ ജേർണലിങ്. ഇതിപ്പോൾ ഒരു സൈഡിൽ വയ്ക്കാം. ആദ്യം ഞാൻ ഇങ്ങനെ വെച്ചിട്ടാട്ടോ മറ്റേ ഈ ഒരു ഷേപ്പ് ഞാൻ വെട്ടിയിരിക്കുന്നത് ആദ്യം വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അളവൊക്കെ തെറ്റും. ഈ അളവൊക്കെ തെറ്റും. അപ്പം നമ്മളൊരു അളവ് എടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ എനിക്കറിയില്ല. അവിടെ ഒരു അളവ് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് വെട്ടാം. നമുക്ക് ആ കഷ്ണം വെട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിൽ കിട്ടും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. കിട്ടുമോ എനിക്കറിയില്ല. ഈ ഷേപ്പ് തന്നെ ആയിട്ട് കിട്ടുമെന്ന് ഇട്ടു. ഇത് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനൊരു കളർ കൊടുക്കും കേട്ടോ. കളർ
തീമാണല്ലോ, അപ്പോൾ നമ്മൾ മഞ്ഞ തന്നെയാണ് കൊടുക്കുന്നത്. മഞ്ഞല്ലത് ഇത് പെട്ടെന്നാവില്ല, കുറേ സമയം എടുത്തിട്ട് സ്കെച്ച് ആവത്തുള്ളൂ. അപ്പം ഞാനിത് കുറച്ച് നേരം പിടിക്കാതുകൊണ്ട് ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മൾ ഫിനിഷാക്കി. ലൈറ്റ് പോയി, ഇനി ലൈറ്റിന് എൻ്റെ മുഖം കാണാൻ പറ്റുമെന്ന് അറിയാറില്ല. ലൈറ്റ് എന്തായാലും പോയി. ഇത് പെട്ടെന്ന് ചെയ്യാം. ഹെഡിങ് ഒക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ യെല്ലോ ജേർണലിങ് അങ്ങനെ മുമ്പ് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കാം. എന്താ നമ്മൾ കറക്റ്റ് അളവ്, അത് കുറച്ച് കൂടിപ്പോയി, A4 ഷീറ്റ് കുറച്ചൊന്ന് കൂടിപ്പോയി. നടുവിൽ കറക്റ്റ് നടുവിലായിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയിട്ട് ഇതിനാന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്റർ കിട്ടാനാണ്. അങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. പാക്ക് ചെയ്തില്ല കേട്ടോ, പാക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അത്ര വേണ്ട. വെട്ടിക്കളഞ്ഞു. അവിടെ വെട്ടി വെച്ചിട്ട് നമുക്കിനി ഒട്ടിക്കാം. എൻ്റെ പശ ഒരു നടുവിലായിട്ട് നമുക്ക് ഒട്ടിക്കേണ്ടത്, പക്ഷെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും വേണം. നടുവാണ് ആദ്യം നമുക്ക് വേണ്ടത്. നടു ആദ്യം ചെയ്തിട്ടോ, നടു ഭാഗത്ത് കുറച്ചായിട്ട് ചെയ്യുന്നുള്ളൂ. കാരണം പുറത്തേക്ക് ബുക്കിലേക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പക്ഷെ അത് ഒട്ടിപ്പോയി കഴിഞ്ഞാൽ അവരുടെ ചെയ്തില്ല. അപ്പം നമ്മൾ അത് പേജ് ചെയ്ത് ആ പേജ് കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ ചെയ്തു. ഈ സ്കെയിലില്ലേ ഗൈസ്, ആ സ്കെയിലുകൊണ്ട് നമ്മളിങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇവിടെ കൈ ഇതാക്കിയിട്ടുണ്ട, ആ സ്കെയിലുകൊണ്ട് പരത്തി കൊടുത്താൽ മതി. വേണ്ടാത്ത സ്കെയിലൊക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് മതി കേട്ടോ. വേണ്ടാത്ത സ്കെയിലുകൊണ്ട് മതി. ഇതിപ്പോൾ കാലിലൊക്കെ ഒട്ടിട്ടോ. ഇതിലൊക്കെ ആയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒട്ടിക്കാം. ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു. ഇതിലൊക്കെ ആയപ്പോൾ ഞാൻ മായ്ച്ച് വേണം. ഞാനിവിടെ ഒട്ടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എഴുതിയതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ജേർണലിങ് ചെയ്യാനുള്ള ഇതൊക്കെ എഴുതിയതൊക്കെ നമ്മൾ ഒട്ടിച്ചിരിക്കല്ലേ, അതേപോലെയൊക്കെ എഴുതിയിട്ടില്ല ഒട്ടിച്ചിരിക്കല്ലേ, അതിൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്.
ന്യൂസ് പേപ്പറിൻ്റെ ഇത് വാർത്തത് ഇങ്ങനത്തെ ഷേപ്പാണ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ യെല്ലോ കളർ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാ യെല്ലോ കളറുണ്ട്. ഇതാ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ട് അപ്പോൾ ഒട്ടിച്ചിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടിയും ചെയ്യാം. ഇത് കുഞ്ഞി ഭാഗമാണ് ആയത്. അപ്പോൾ നമ്മൾ മറ്റേ ഭാഗത്ത് ചെയ്യുമ്പോൾ കുറച്ച് വലിയൊരു ന്യൂസ് പേപ്പർ കുറച്ച് വലുതാക്കിയിട്ട് എടുക്കാം കേട്ടോ. വെറുതെ ഇത്രയും പശുവ് കളയണ്ട, കുറച്ചായിട്ട് എടുത്താൽ മതി. തിരിച്ച ഭാഗം ഈ സ്ഥലത്തൊട്ടിച്ച് ആയിട്ടുണ്ട്. സ്കെയിൽ ഇഷ്ടമാണ് ഒട്ടിച്ചത് ഞാൻ ഒട്ടിച്ചത്. ഇതാ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കുറച്ച് വലിയൊരു ചെയ്യണ്ടേ, ഇനി കുറച്ച് വലുതാക്കിയിട്ടൊക്കെ ഉള്ളതാണ്. നിങ്ങൾക്ക് കവായി സ്റ്റിക്കേഴ്സാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതാണ് കവായി സ്റ്റിക്കർ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതാണ് കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ കുറോമിൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ കുറച്ച് യൂണിക്കോണിൻ്റെ ആ ഒരു ടീമുള്ളത്, പിന്നെ കുറച്ച് വേറെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, ഒരു കുട്ടീൻ്റെ പിന്നെ കുറച്ച് കടലിൻ്റെ തീമിനൊക്കെ ആയിട്ടുള്ളത്, അതിനൊക്കെ ഇത് വെക്കാം കേട്ടോ. ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാം. പിന്നെ കുറച്ച് വലിയ സ്റ്റിക്കേഴ്സാണ്. കുറച്ച് വലുതായിട്ടാണ്. ഇത് ഇമോജീസ് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്താ ഒരു യൂണിക്കോണിൻ്റെ പെന്നും ഇതൊക്കെ കളർ ചെയ്യാനാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരെണ്ണം, ഇതിൻ്റെ സ്വന്തം ഇതും പിന്നെ ഇവിടെയും ബാക്കിയും ഉണ്ട് കേട്ടോ. അപ്പം ഇനി കുറച്ച് വലിയൊരു സ്റ്റിക്കർ എടുക്കാണ്ട് എടുക്കാം കേട്ടോ. കുറച്ച് വലുതൊന്നല്ല, ചെറുത് തന്നെയാണ്. ചെറുത് മതി, അല്ലെങ്കിൽ ആകെ ബോറാവും. ചെറുത് മതി നമുക്ക്. ചെറുത് അതായത് ഒരു ചെറുതുണ്ട്. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ചെറിയൊരു പീസ്, അത് നമുക്കിനി കളർ ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ, എന്നാൽ ടഫാണ്. അത്രയ്ക്ക് മറ്റേ വലിയ പീസിനൊക്കെ ഈ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് അത് ഞാൻ പോസാക്കിയിട്ട് ചെയ്തത്.
ഒന്നും ഇടണ്ടാവില്ല. ഒരു സ്ഥലം വരെ പോകണ്ട, അപ്പോൾ അതുകൊണ്ട് ഇടണ്ടാവില്ല. അത് സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ ചിലപ്പോൾ ഇടുണ്ടാവും. പിന്നെ കുറച്ച് ദിവസം ഇടുമെന്നറിയില്ല. ആ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ ഞാനൊരു വീഡിയോ ഇടുന്ന എന്തായാലും ഉറപ്പാണ്. വീഡിയോ എന്തായാലും ഇടും. നമ്മൾ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒട്ടിക്കാനുള്ളൊരു പരിപാടിയിലാണ്. എന്താ കളർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അങ്ങനെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യാണ്. ഞാൻ ചെയ്യാണ്ട് അപ്പോൾ ഒട്ടിക്കാൻ നിൽക്കുക. ഇതാ ഇവിടെയും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു കുട്ടീനെയാണ് ആവശ്യമുള്ളത്. ഒരു യെല്ലോ കുട്ടി ഉണ്ടോ എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു ഈ ഒരു യെല്ലോ കളറിൽ ഈ സാധനങ്ങളൊക്കെ എടുക്കാം. ഇങ്ങനെ ഇതുണ്ട്, ഇത് വെക്കണമെന്നാണ്. വെക്കാല്ലേ, ഇത് വെക്കാം. ഒരു കുഞ്ഞ് സ്റ്റിക്കറാണ് ഞാൻ വെക്കാൻ പോകുന്നത്. നടുവിലായിട്ടാണ് കേട്ടോ വെക്കുന്നത്. വെച്ചു. ഒരു കുഞ്ഞൊരു ബനാനനെ വെച്ചാലോ? ബനാന, പഴം ഒക്കെ പറയും. കുഞ്ഞൊരു പഴത്തിനെ വെക്കാം. അവിടെ വെച്ചു. ഇനി ഒരു പഴം കൂടി ഉണ്ട്, അത് നമ്മൾ എടുക്കാം. ഈ ഒരു സൈഡിൽ വെച്ചു. ഇപ്പോൾ എൻ്റെ ഈ ഒരു ജേണലിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കുഞ്ഞൊരു കുട്ടീനെ വെച്ചുള്ളൂ അല്ലേ. നമുക്ക് എന്തെങ്കിലും എഴുതാനുള്ള ഒരു ഡോട്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് എഴുതാനുള്ള എന്തെങ്കിലും മെമ്മോ പാഡ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഇതുകൊണ്ട് ഇതേപോലത്തെ കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുഞ്ഞ് സ്റ്റിക്കറൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ട, രസം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ചാലോ എന്നാണ് തോന്നുന്നത്. ഫ്ലവർ വെക്കാം കേട്ടോ. ഫ്ലവർ ഉണ്ടോ അറിയില്ല, നമുക്ക് നോക്കാം. ഒരു യെല്ലോ ഫ്ലവർ ഉണ്ട്, അപ്പം അതെടുക്കാം. ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, ഇതുണ്ട്, കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഫ്ലവർ മതി. ഇതാ അങ്ങനത്തെ ഫ്ലവർ ഇത് ഇങ്ങനത്തെയാണ്. അതുകൊണ്ട് ആ യെല്ലോ കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരു യെല്ലോ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്കിൽ തന്നെ വെക്കാട്ടോ. ഈ വെട്ടിയെടുത്ത ഇതിൽ കുറച്ച് ഇതൊക്കെ ഇതിന് വയ്ക്കലും കാണാതാവും. മഞ്ഞ കേട്ടോ, മഞ്ഞ സാധനം. ഈ ഫ്ലവർ നമുക്ക്
ഇതവിടെ വയ്ക്കാം. ഈ ഒരു മഞ്ഞയും കൂടി ഉണ്ട്, ഒരു ഫ്ലവറും കൂടിയും മഞ്ഞയുണ്ട്. അതും കൂടി നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഇതിലുണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഇതിലുണ്ട്. ഒരെണ്ണം എടുക്കാം. നമുക്ക് അത് ഇവിടെ കൊടുക്കാം. നമുക്ക് രസമുണ്ട്, എനിക്കിഷ്ടമായി, രസമൊക്കെ ഉണ്ട്. ഒരു കുഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു ഗീറ്ററിൻ്റെ ഒരു കുഞ്ഞു സ്ഥലമുണ്ട്. ഇത് ഇവിടെ ഇട്ട് വയ്ക്കാം അല്ലേ, ഇട്ട് വയ്ക്കാം. രസമുണ്ട് കേട്ടോ, എനിക്ക് കാണുമ്പോൾ ഇപ്പം ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് സംഭവം വയ്ക്കാം. ഇതിവിടെ വെക്കാനാണ് രസം. ഇവിടെ വയ്ക്കാം. ഈ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് രസമില്ല, വയ്ക്കുമ്പോൾ രസമുണ്ടാവില്ല. നമ്മൾ തന്നെ ഇവിടെ തന്നെ വെച്ചിട്ടോ. അപ്പം നമ്മൾ ഇവിടെ എന്തെങ്കിലും എഴുതണം. വേണ്ടി മഞ്ഞ എടുത്തിട്ടുണ്ട്. ഞാൻ ലച്ചു എന്ന് എഴുതാം കേട്ടോ. ലച്ചു എന്ന് എഴുതി. അതിൻ്റെ അടിയിലൊരു മഞ്ഞ ഹാർട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഹാപ്പി എന്ന് എഴുതാം. ഹാപ്പി എന്ന് എഴുതി. ജോയ് എന്ന് അടിയിലേക്ക്. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണുന്നുണ്ടോ എന്ന് അറിയാം. പക്ഷെ ഇതാണ് ഒരു ഫൈനൽ ലുക്ക്. ഹെഡിങ് ആയിട്ട് പിങ്ക് യെല്ലോ ജേർണലിങ് എഴുതാം. യെല്ലോ ജേർണൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ആശു.